ഹായ് ഹലോ ഗുഡ് ഈവനിങ്. സന്ധ്യയായപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഞാനും മക്കളും കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. വേറൊന്നുമല്ല, അപ്പൂസിന് അവരുടെ കോളേജിൽ നാളെ എന്തോ പ്രോഗ്രാമുണ്ട്. അപ്പോൾ എല്ലാവരും എത്നിക് വെയർ ഇടണമെന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാൽ അവന് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഓണത്തിൻ്റെ ഡ്രസ്സും അതായിക്കോളുമല്ലോ. അപ്പോൾ അതിന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് വെസ്റ്റ് സൈഡ് ഉണ്ട്, റിലയൻസ് ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി. എന്നാൽ ശരി, അവിടെ പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ രാത്രിയായപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണക്കോടിയുടെ പർച്ചേസും ഇവിടുത്തെ ബാംഗ്ലൂരിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനി ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ആയാലും നമുക്ക് പുറത്തിറങ്ങുന്നതിനൊന്നും അങ്ങനത്തെ ഒരു പേടി കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെയെന്ന് വെച്ചാൽ കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു 10:30 വരെ എല്ലാ കടകളും ഓപ്പൺ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് തുണിക്കടകൾ, മറ്റുള്ള ഹോട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 10:30 ഒന്നും അല്ല, രാത്രി 12 മണി 1 മണി വരെയൊക്കെ കാണും. അങ്ങനെ എന്തോ ആയാലും ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളാണെങ്കിൽ 3 പേരും കൂടെ ഡ്രസ്സ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ എന്തായാലും ഇവിടെ ട്രെൻഡ്സിൻ്റെ അവിടെ വന്നു. ആദ്യം റിലയൻസ് ട്രെൻഡ്സിൽ കയറിയിട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ വെച്ചും വെസ്റ്റ് സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ട്രെൻഡ്സ് ഉള്ളത് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇനി വണ്ടി അപ്പുറത്ത് വരെ പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡ് വന്ന് അങ്ങനെ ഇവിടെ ട്രെൻഡ്സിലെത്തി. ഇനി ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് വെച്ച് നോക്കണം, അവന് വേണ്ടുന്നതൊക്കെ ഇവിടെ തന്നെ കിട്ടുമെന്ന് നോക്കണം. കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റിയില്ലെങ്കിൽ പിന്നെ വെസ്റ്റ് സൈഡ് പോകണം. എന്തായാലും ഇവിടെ അകത്തേക്ക് കയറി ഉടനെ അവർ ബാഗൊക്കെ തന്നു. ഇനി ഈ ബാഗിനകത്ത് എന്തൊക്കെ പറക്കി ഇടണോ എന്നുള്ളതാണ് എൻ്റെ ആലോചന. പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ ലേഡീസിൻ്റെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അപ്പം അവന് എടുക്കാനൊക്കെ ഉദ്ദേശിച്ചത് കുർത്തിയാണ്. അപ്പോൾ ഒരു കുർത്തി ടൈപ്പ് കുറച്ച് ഗ്രാൻഡായിട്ടുള്ള കുർത്തിയാണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു കുർത്തി എടുത്തിട്ട് ട്രയൽ നോക്കാൻ കൊണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ചേട്ടന് നോക്കിയപ്പം വേറൊരു കളർ ഇഷ്ടമായി. അങ്ങനെ അത് എടുത്തിട്ട് അവന് ഇടിയിച്ച് നോക്കാമെന്ന് പറഞ്ഞു വെച്ച് അങ്ങനെ എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ എങ്കിൽ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവന് ഇട്ട് നോക്കിയത് തന്നെ അവന് ഇഷ്ടമായി. ഇനിയിപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് പാൻറ്റ് നോക്കിയപ്പം അവന് ഇങ്ങനത്തെ ടൈറ്റ് പാൻറ്റ് ഇഷ്ടമല്ല, അവന് കുറച്ച് ലൂസായിട്ടുണ്ടാവണം. അപ്പോൾ അവന് പാൻറ്റ് ശരിയായിട്ടില്ല. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ ആ കുർത്തി ഇത് മാത്രമേ വാങ്ങിയുള്ളൂ, ജുബ മാത്രമേ വാങ്ങിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛയ്ക്കൊരു ടീഷർട്ട് വാങ്ങി. പിന്നെ എനിക്ക് ഡ്രസ്സൊന്നും നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനും ഒന്നും വാങ്ങിയില്ല. അങ്ങനെ അത് രണ്ടും വാങ്ങിയാൽ വെച്ച് ഇവിടെ ബില്ലിംഗ് സെക്ഷനിൽ വെയിറ്റ് ചെയ്യുന്നു ബില്ലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി ബില്ലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഇവിടുന്ന് വെസ്റ്റ് സൈഡിലേക്ക് പോകണം. ഇനി അയാൾക്ക് അതിന് മാച്ചിങ് ഉള്ള പാൻറ്റ് മേടിക്കണം. ഈ പിള്ളേരെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ വഴിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെസ്റ്റ് സൈഡിലെത്തി. ഇനി വെസ്റ്റ് സൈഡിൽ കയറിയിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും ഇഷ്ടപ്പെടുവോ ഇല്ലയോ അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഈ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ് നമുക്ക്. അങ്ങനെ ഇവരുടെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുകയും വേണം. അങ്ങനെ ഇവിടെ വന്നേമിച്ച് വന്നെങ്കിൽ അപ്പു അവിടെ ഒരു പാൻറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി ട്രയൽ നോക്കി. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എനിക്ക് പറ്റിയ ഡ്രസ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 1-2 ഡ്രസ്സ് എടുത്ത് വെച്ച് നോക്കി ട്രയലൊക്കെ നോക്കിയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനാണെങ്കിൽ 1-2 ഡ്രസ്സ് കണ്ടപ്പോൾ ആ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ അത് ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിറ്റിങ് എത്ര പോരാന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രസ്സ് ട്രയലൊക്കെ നോക്കിയാൽ വെച്ചും അവസാനം എനിക്ക് പിടിച്ചില്ല. അതിൻ്റെ കൂട്ടത്തിൽ അപ്പൂസിന് ചെറിയൊരു പനിയുണ്ട്. അവൻ അതുകൊണ്ട് അമ്മ എനിക്ക് ഭയങ്കര ടയർഡാന്ന് പോകാമെന്ന് പറഞ്ഞ് അവനും വാശി പിടിക്കുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കുന്നത് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. ശരിയെന്ന് പറഞ്ഞാൽ എന്നാൽ ബില്ലിങ് ചെയ്തേമിച്ചും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവനൊരു പാൻറ്റ് മാത്രം മേടിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ, സി.